ഗായ്സ് 6 വർഷത്തെ ഇടവേളയ്ക്ക് പാട്ട് കണ്ടിട്ടില്ല ഇനിയിപ്പോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഫ്രം മൈ പ്ലേറ്റ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാല് പറയൂ. എമ്പുരാൻ കാണാൻ. അതെ ഗൈസ്, കറുപ്പും ഒക്കെ എടുത്തു. ഒരാളോട് കറുപ്പിടാൻ വന്നപ്പോ പണ്ണീനെ പിടിച്ചോണ്ട് എമ്പുരാനെ ഫിറ്റാണ്. 2 മണി ഉണ്ടെന്നല്ലേ ഉള്ളൂ, പക്ഷെ എന്തായാലും ബ്ലാക്ക് തന്നെയാണ്. അപ്പോ ഞാൻ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല, ഇനി പോണ വഴിക്കാണ് ഇവരെന്നൊക്കെ അതെന്താണെന്ന് കേൾക്കാൻ. അതൊന്നും ആവശ്യമൊന്നുമില്ല. പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ ഈ സിനിമയുടെ ചെറിയ സിനിമയുടെ ഡയറക്ടർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പാർട്ട് കണ്ടില്ലാത്ത ഒരാൾക്ക് സെക്കൻഡ് പാർട്ട് മനസ്സിലാവും. കാരണം രണ്ടും ഒരു സ്റ്റാൻഡ് അലോൺ പുള്ളിയാണ് പുള്ളി ചെയ്തേക്കുന്നതെന്നാ പറഞ്ഞേക്കുന്നത്. ആണോ? അപ്പൊ കുഴപ്പമില്ലല്ലേ? പുള്ളി പറയുന്നത് വിശ്വസിക്കാം. എന്തായാലും പോയി കണ്ടു നോക്കട്ടെ, കണ്ടിട്ട് എങ്ങനെയാണ് അഭിപ്രായം എന്ന് പറയാം. തീർച്ചയായും. പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല, ഇനി ഫുഡ് കഴിക്കണം. പിന്നെ ബാക്കി കസിൻസിനെ പിക്ക് ചെയ്യണം. നമുക്ക് എത്ര മണിയായി ഇപ്പോ? 1 മണിയായി. 3:30ക്കാണ് ഷോ. അപ്പൊ പോവാം. എല്ലാരെയും പിക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം. എങ്ങനെയാ, നിനക്ക് എക്സൈറ്റഡ് ആണോ സിനിമ കാണാൻ? എന്ന് പറയുന്നു. പിന്നെ വളരെ അധികം എക്സൈറ്റഡ് ആണ്. നമ്മുടെ ലാലേട്ടനെയും ഡയറക്ഷനാണ് ലാലേട്ടന്റെ ഒരു വൺ ഫ്ലോപ്പ് കഴിഞ്ഞിട്ട് ഒരു കിടിലം ഡയറക്ട് ചെയ്ത് അഭിനയിച്ച പടത്തിൽ ഫ്ലോപ്പ് എന്ന് പറഞ്ഞല്ലോടാ പച്ചയ്ക്ക്. വേണ്ടായിരുന്നു, ഒരു ആവശ്യമില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെ അഭിപ്രായം ഇത് തന്നെ ആയിരിക്കും. പക്ഷേ ഒരേ ഒരു രാജാവിനെ കാണാൻ പോവുകയല്ലേ, എന്തായാലും എക്സൈറ്റഡ് ആയിരിക്കും. ഇടവേളയ്ക്ക് ശേഷം വരെയല്ലേ. ഇപ്പൊ എനിക്ക് 1 ഇയർ ആയിട്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് പ്രീ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ സൂപ്പർ എക്സൈറ്റഡ്. വെരി മച്ച് എക്സൈറ്റഡ് ആണ്. രാവിലെ കുറെ റിവ്യൂസ് ഒക്കെ കേട്ടു. അപ്പൊ നമുക്ക് ലേറ്റ് ആവാതെ ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി നേരെ തിയേറ്ററിലേക്ക് പോയി. നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ മൂവി കണ്ടിട്ട് വരാം. തീർച്ചയായും. അങ്ങനെ ഫൈനലി സിനിമ തുടങ്ങി. അത് കഴിഞ്ഞ് ഇന്റർവെൽ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പോപ്കോൺ വാങ്ങാൻ പോയി. അങ്ങനെ പോപ്കോണും കഴിച്ചുകൊണ്ട് ഞാൻ സിനിമ കണ്ടു. ഒരു 6:45 ഒക്കെ ആയപ്പോഴത്തേക്കും മൂവി തീർന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. നമുക്ക് ഡിന്നറൊക്കെ അവിടെ വെച്ചിട്ടായിരുന്നു. പടം മനസ്സിലായ യൂഷ്വലി നമ്മള് 3 hours ആവുമ്പോഴത്തേനും അറിയുമല്ലോ ഇത്രയും മണിക്കൂർ സമയം കമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല സ്റ്റോറി, വെൽ എക്സിക്യൂട്ടഡ്. പിന്നെ ലാലേട്ടന്റെ ആ കണ്ണ് കൊണ്ടുള്ള കോസ്റ്റ്യൂംസ് എങ്ങനെയായിരുന്നു? നൈസ് അല്ലേ? സിനിമയെ കുറിച്ച് പറയാൻ അടുത്ത് വന്നിട്ടില്ല. ഇതാണ് ഡിന്നർ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോയിയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഹലോ ഗായ്സ്, അപ്പോ ഇന്നത്തെ പരിപാടിയൊക്കെ തീർന്നിട്ടില്ലേ? അപ്പൊ ഈ തിരിച്ച് വീട്ടിലോട്ടായിരിക്കും. വീട്ടിൽ കൊണ്ടുപോയി കളയണം. യെസ്, കളയണോ? വിടണം. അപ്പോ ഇനി വേറെ ഒന്നുമില്ല. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ പ്ലേസ്. അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.